മക്കയിൽ ഇതുപോലെ ഒരു റമദാൻ, ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, ഇതുപോലെ ഒരു റമദാനിൻ്റെ ആദ്യത്തെ ചില ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. ആളുകളൊക്കെ റമദാനിൻ്റെ ആവേശത്തിലാണ്. റമദാനിൻ്റെ ആവേശം എന്ന് പറഞ്ഞാൽ അത്താഴത്തിനൊരാവേശമുണ്ട്, നോമ്പ് തുറക്കുമ്പോഴൊരു ആവേശമുണ്ട്, അതിൻ്റെ ഇടയിൽ അമലുകളിലൊരു ആവേശമുണ്ട്. എല്ലാവരും ആവേശത്തിലാണ്. ആവേശത്തിൻ്റെ തിരതല്ലലിൽ റമദാനിൻ്റെ സുന്ദരമായ ദിനരാത്രങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് കടക്കുമ്പോൾ ഏകദേശം സുബഹിയുടെ ബാങ്ക് കൊടുക്കാനാവുമ്പോൾ എല്ലാവരും എന്താ ചെയ്യുക? പെട്ടെന്ന് ഹറമിലേക്ക് യാത്രയാവുക, തിരക്കാക്കിയിട്ട് എല്ലാവരും ഹറമിലേക്ക് പോവുക. എല്ലാവരും ഹറമിലേക്ക് പോകാൻ തിരക്ക് കൂട്ടുമ്പോൾ ഒരു കുടിലിൻ്റെ ഉള്ളിൽ അബൂ സുലൈഖ എന്ന് പറയുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ മാത്രം ഒരാവേശവും ഇല്ലാതെ ഇങ്ങനെ തലയ്ക്കും കൈയും കൊടുത്തും ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹം അബൂ സുലൈഖ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എല്ലാവരും പള്ളിയിൽ പോയില്ലേ? നോമ്പിൻ്റെ ആവേശമല്ലേ? എന്താ നിങ്ങൾ പോകാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പോകാൻ കഴിയാത്തത്? ആ പാവം ദിവസങ്ങളോളമായി മുഴുപട്ടിണിയിലാണ്, കുടുംബം പട്ടിണിയിലാണ്. ഒരു തൊഴിലും വേലയും ജോലിയും അന്വേഷിച്ച് നടന്നിട്ടും എവിടുന്നും ഒന്നും കിട്ടിയില്ല. അങ്ങനത്തെ വല്ലാത്ത ബേജാറിൽ ആ പാവം വിഷമിച്ചിരിക്കുകയാണ്. എത്രത്തോളം? അത്താഴം കഴിക്കാതെ, നോമ്പ് തുറക്കാതെ ഇത്രയും ദിവസം കഴിച്ചു കൂട്ടിയതിൻ്റെ പേരിൽ ബാങ്ക് കേട്ടപ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഒന്ന് പള്ളിയിലേക്ക് പോകാൻ പോലുമുള്ള ആരോഗ്യമില്ലാതെ, ആവേശമില്ലാതെ ആ മനുഷ്യൻ ഒറ്റയ്ക്ക് വീട്ടിൻ്റെ ഉള്ളിൽ കൂടുക. അദ്ദേഹത്തിൻ്റെ ഈ തളർച്ചയ്ക്ക് പ്രധാന കാരണം തൻ്റെ വിശപ്പല്ല. അദ്ദേഹത്തിന് 2 പെൺകുട്ടികളും ഒരു ഭാര്യയുണ്ട്. 2 പെൺകുട്ടികളും ഒരു ഭാര്യ. കുൽസൂം എന്ന പേരിൽ ഭാര്യയും അവർക്ക് 2 പെൺകുട്ടികളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മനസ്സിനെ തളർത്തുന്നത് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് വിശപ്പിൻ്റെ പേരിൽ വരുന്ന തളർച്ചയെക്കാളും നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ദുഃഖത്തിൻ്റെ പേരിൽ തളർച്ച ഉണ്ടാവുമല്ലോ. ആ തളർച്ച നമ്മളെ വല്ലാതെ തളർത്തിക്കളയും. അദ്ദേഹം പറയാണ്, എൻ്റെ 2 പെൺകുട്ടികളെയും എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയും അവരുടെ മുഴുപട്ടിണിയെയും കാണുമ്പോൾ അത്താഴം കഴിക്കാനും നോമ്പ് തുറക്കാനും ഒന്നുമില്ലാതെ ഇത്രയും ദിവസം കഴിച്ചു കൂട്ടിയവരെ കാണുമ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ എണീച്ചിരിക്കാൻ കഴിയും? ഏതായാലും അന്ന് അദ്ദേഹം പോയില്ല, പള്ളിയിൽ പോയില്ല, വീട്ടിൽ തന്നെ നിസ്കരിച്ചു. 1-2 ദിവസം അങ്ങനെ കഴിച്ചു കൂട്ടിയപ്പോൾ ഭാര്യ അരികിൽ വന്നിരുന്നുകൊണ്ട് പറഞ്ഞു, ഇന്നത്തെ ദിവസം അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് നിങ്ങളൊന്ന് ഇറങ്ങി പരതി നോക്ക്, അന്വേഷിച്ച് നോക്ക്, എവിടെങ്കിലും പോയി എന്തെങ്കിലും ഒരു ജോലിയോ മറ്റോ കിട്ടാൻ സാധ്യതയുണ്ടോ നോക്ക്, അള്ളാഹു നമ്മളെ സഹായിക്കും, പോയി നോക്ക്. ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇന്നത്തെ ദിവസം ധൈര്യം സംഭരിച്ചുകൊണ്ട് പോവുകയാണ്. പ്രഭാതമായി അദ്ദേഹം തൻ്റെ പണിയായുധങ്ങളും കയ്യിലെടുത്തുകൊണ്ട് മക്കയുടെ തെരുവോരങ്ങളിലൂടെ ഇങ്ങനെ കറങ്ങി നടന്നു. എന്തെങ്കിലും പണി കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ടാണ്. പക്ഷെ ഒരു പണിയും കിട്ടിയില്ല. അദ്ദേഹം നിരാശനായി മക്കയുടെ ആ തിരക്കിട്ട ഗല്ലികളെ വിട്ട് നടന്ന് വിജനമായ മരുഭൂമിയിലേക്ക് പോയി, ആരും കാണാതെ. അങ്ങനെയാണല്ലോ ഇപ്പം ഈ കാലിയായ കൈ കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനും പറ്റില്ല, ഒരു പണിയും ജോലിയും വേലയൊന്നും കിട്ടിയതുമില്ല. അദ്ദേഹം വിജനമായ മരുഭൂമിയിൽ ഒരു സ്ഥലത്ത് ചെന്നിരുന്നു. എന്നിട്ട് ഇങ്ങനെ നിരാശയോടുകൂടി മണ്ണ് വാരി കളിക്കുക. മനസ്സെവിടെയോ സഞ്ചരിക്കുന്നു, എന്തൊക്കെയോ ചിന്തിക്കുന്നു, അരികിലുള്ളതൊന്നും കാണുന്നില്ല. മണ്ണിലിങ്ങനെ വാരി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കയ്യിൽ എന്തോ ഒന്ന് തടഞ്ഞു. നല്ല മിനുസമുള്ള ഒരു സാധനം. അദ്ദേഹം മണ്ണ് മാറ്റിയിട്ട് നോക്കിയപ്പം ഒരു പട്ടിൻ്റെ തുണി, അതിൽ പൊതിഞ്ഞൊരു വലിയ കിഴിക്കെട്ട്. അദ്ദേഹം പിന്നെ ഇങ്ങനെ ഉറപ്പിച്ചു നോക്കി. ഒരു കിഴിക്കെട്ട്, പട്ടിൻ്റെ തുണിയാണ്. ആ പട്ടിൻ്റെ തുണിയിൽ പൊതിഞ്ഞ കിഴിക്കെട്ട് അദ്ദേഹം ഇങ്ങനെ അരികിലേക്ക് അടുപ്പിച്ചിട്ട് നിവർത്തി നോക്കിയപ്പോൾ കണ്ണു തള്ളിപ്പോയി. അതിൻ്റെ ഉള്ളിൽ സ്വർണ്ണ നാണയങ്ങൾ നിറച്ചു വച്ചിരിക്കുന്നു. എല്ലാവരുടെ കണ്ണും തെള്ളുക, പറയുന്ന എൻ്റെ കണ്ണും തെള്ളുക അല്ലേ? പക്ഷേ ഞമ്മക്കൊന്നും ഇങ്ങനത്തെ ഭാഗ്യമൊന്നും ഇല്ലപ്പാ അല്ലേ? ഞമ്മക്കൊന്നും ഇങ്ങനത്തെ ഭാഗ്യമൊന്നുമില്ല. അള്ളാഹു മനസ്സിലാക്കാനും അമൽ ചെയ്യാനും ഒക്കെ തൗഫീഖ് തരുമാറാകട്ടെ. ഇത്രയും സമയം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മാനസിക വ്യഥകളും വിഷമങ്ങളും തളർച്ചയും ഒക്കെ അങ്ങ് മാറി ഒരാവേശം വന്നു. ഒരാവേശം വന്നു. ഇത്രയും നിറഞ്ഞ സ്വർണത്തിൻ്റെ നാണയങ്ങൾ എൻ്റെ മുമ്പിൽ. അപ്പോൾ നമ്മളെന്താ സാധാരണ പറയാം, ഇത് പടച്ചോൻ എൻ്റെ പ്രാർത്ഥന കബൂലാക്കിയിട്ട് നേരിട്ട് മേലെ നിന്ന് എനിക്ക് ഇറക്കി തന്നതാണ് ആയിരിക്കാം അല്ലേ, നിനക്കെത്താം. അദ്ദേഹം ആദ്യം അങ്ങനെ വിചാരിച്ചു, ഇത് എൻ്റെ കുടുംബത്തിൻ്റെ പ്രാരാബ്ദം ഇന്നത്തോടെ തീർന്നല്ലോ, എൻ്റെ ദാരിദ്ര്യം തീർന്നല്ലോ, മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാലോ, ഞങ്ങളുടെ ഭാവി അങ്ങനെ പലതും സ്വപ്നം കാണൂല്ലോ അല്ലേ. ഇതിൽ നിന്നൊരു 10 എടുത്തിട്ട് ഇന്ന് തന്നെ അടിച്ച് പൊളിച്ച് നല്ല ഫുഡെല്ലാം വാങ്ങിയിട്ട് 5 സ്റ്റാർ ഭക്ഷണമാക്കുക, എന്നിട്ട് ബാക്കി 100 എടുത്തിട്ട് നാളെ വീടങ്ങ് പൊളിച്ച് മാറ്റിയിട്ട് പുതിയൊരു വീടങ്ങ് കിട്ടുക.
പിന്നെ എന്തൊക്കെയാണ് നമ്മൾ സാധാരണ മലയാളികൾ ഇങ്ങനത്തെ കിഴിക്കെട്ട് കിട്ടുമ്പോൾ ചെയ്യാറുള്ളതല്ലേ? ഒരു മാസം ആകെ ചില്ലറ റിയാലോ ദിർഹമോ ഒക്കെ ഇങ്ങോട്ട് എണ്ണി വാങ്ങുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ വരുന്ന കുറേ സ്വപ്നങ്ങളും ആ സ്വപ്നത്തിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ പൊന്തി വരുന്ന കുറേ കൊച്ചു കെട്ടിടങ്ങളും ഒക്കെ ഇല്ലേ? കുറച്ച് നാളിങ്ങനെ പൊന്തും, പെട്ടെന്ന് അറബിക്ക് നമ്മളോട് എന്തെങ്കിലും തോന്നും, ഖുറൂജ് അടിക്കും, കയറ്റിവിടും. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ ചെളി പിടിച്ച് കിടക്കുന്ന, പായൽ പിടിച്ച് കിടക്കുന്ന കെട്ടിടത്തെ നോക്കിയിട്ട് ഇങ്ങനെ മേലോട്ടും താഴോട്ടും അങ്ങനെയൊക്കെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ, ഭാവിയെക്കുറിച്ചിട്ട് പലതും ചിന്ത വന്നു. പെട്ടെന്ന് ആ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഒരു നല്ല ചിന്ത വന്നു. അള്ളാഹുവേ, ഞാനിതെല്ലാം പറയാൻ ഇത് എൻ്റെതല്ലല്ലോ, ഞാനിതെല്ലാം പ്രതീക്ഷിക്കാൻ, ഞാനിതെല്ലാം ചിന്തിക്കാൻ ഇത് എൻ്റെതല്ലല്ലോ, ഇതിൻ്റെ ഒരു ഉടമയുണ്ട്. ആ ഉടമയ്ക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അയാൾക്ക് എത്ര വേദന ഉണ്ടാവും? ആ വേദനിക്കുന്ന മനസ്സിൻ്റെ ഉടമ ആരാണെന്ന് കണ്ടെത്തണ്ടേ, അയാൾക്കിത് കൊണ്ടെത്തിക്കണ്ടേ? അതല്ലേ എൻ്റെ ബാധ്യത. ഞാനൊരു മുസ്ലിമല്ലേ? എനിക്ക് അവകാശപ്പെടാത്തതും പ്രോപ്പർ ചാനലിൽ വരാത്തതുമായ ഒരു ചില്ലിക്കാശ് ഞാൻ എങ്ങനെ സ്വന്തമാക്കും? ഇല്ല, ഞാനിത് തൊടൂല. അദ്ദേഹം അത് മുറുക്കിക്കെട്ടി തൻ്റെ കമ്മീസിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു. എന്നിട്ട് അതും കൊണ്ട് വീട്ടിലേക്ക് ഓടി. എന്തിനാ ഓടുന്നത്? ഭാര്യ ഇതറിയരുത്, മക്കൾ ഇതറിയരുത്. ദുർബലരായ ഭാര്യയുടെയും മക്കളുടെയും മനസ്സിൽ ഇതിനോടൊരു താല്പര്യം വന്നിട്ട് നമ്മൾ അമാനത്ത് നഷ്ടപ്പെടുത്തിയാൽ, വിശ്വസ്തത നഷ്ടപ്പെടുത്തിയാൽ വലിയ പ്രയാസം. അദ്ദേഹം ഇങ്ങനെ ഒളിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി മെല്ലെ വാതിൽ തുറക്കുമ്പോൾ തന്നെ ഭാര്യ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തുക്കാണ്. പണിക്ക് പോയതല്ലേ, എന്തെങ്കിലും കിട്ടിയോ? അപ്പോൾ ഇദ്ദേഹം ഒന്ന് സാധനം മറപ്പിച്ച് ഒളിപ്പിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഭാര്യ വിചാരിച്ചു, ഇതെന്തോ തട്ടിപ്പുണ്ടല്ലോ. എന്താ സംഗതി? 40 വർഷമായി ഞാൻ നിങ്ങളോടൊപ്പം വിവാഹ ജീവിതത്തിൽ ഒന്നിച്ചു കഴിയുന്നു, ഇതുവരെ നിങ്ങൾ എന്നെ ഇങ്ങനെ ഒന്നും ഒളിപ്പിച്ചിട്ടില്ല. എന്താണത്? അദ്ദേഹം ഭാര്യനെ ഒറ്റയ്ക്ക് വിളിച്ച് അരികിലിരുത്തിയിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വല്ലാഹി സത്യം, അത് അള്ളാഹു നമുക്ക് തന്ന അവൻ്റെ പ്രത്യേക സമ്മാനം തന്നെ, യാതൊരു സംശയമില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇങ്ങനത്തെ ആളുകളുടെ സുവിശേഷത്തെക്കുറിച്ചിട്ടല്ലേ അല്ലേ? നമ്മൾ ചിലപ്പോൾ നന്നാകാമെന്ന് വിചാരിച്ചാലും നമ്മുടെ പ്രിയതമ സമ്മതിക്കൂല. അതിന് ഓള് ന്യായവും ചട്ടവും ചിട്ടവും ഒക്കെ ഉണ്ടാക്കിയെടുക്കും. അതിന് പറ്റുന്ന എല്ലാ കുതന്ത്രങ്ങളും നമ്മളുടെ ഭാര്യമാരുടെ കയ്യിൽ നിന്നും ഇങ്ങനെ ഒഴുകി വരും. ഇന്ന കൈദക്കുന്ന അദീമെന്ന് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു. ഇന്ന കൈദക്കുന്ന അദീമെന്നാണ്. ഇന്ന കൈദക്കുന്ന അദീം. നമ്മളിങ്ങനെ 4 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പ്രസംഗിച്ചിട്ട് മനുഷ്യരുടെ മനസ്സിലുണ്ടാക്കുന്ന മാറ്റത്തെക്കാളും ഒരു 4 സെക്കൻഡ് കാതിൽ മന്ത്രിച്ചിട്ട് മാറ്റം വരുത്താൻ കഴിയുന്ന വലിയ ഔലിയാട്ടികളെയാണ് നമ്മൾ ഭാര്യമാരായി സ്വീകരിച്ചുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ഭാര്യ പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ പടച്ചവൻ അവൻ്റെ സാധുക്കളായ അടിമകളുടെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് ഗൈബിയായ നുസ്രത്ത് കൊടുക്കുമെന്ന്. അങ്ങനെ അള്ളാഹു നമുക്ക് സഹായം തന്നതാണ്, അതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും ഇതിൽ നിന്നും ചില്ലറ നാണയങ്ങൾ എടുത്തിട്ട് വേഗം പുറത്തു പോകും, മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവാ, നമുക്ക് ഇന്നത്തെ ദിവസമെങ്കിലും നന്നായി നോമ്പ് തുറ കഴിക്കാം. അപ്പം അദ്ദേഹം മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു, ഇവൾ പറഞ്ഞതിനകത്ത് ചെറിയ കാര്യമുണ്ട് അല്ലേ? ഒരു കാര്യം ചെയ്യാം, ഇതിൽ നിന്നും ഒരു 10 നാണയം ഞാൻ എടുക്കാം, എന്നിട്ട് അത്യാവശ്യങ്ങൾ പൂർത്തിയാക്കാം, എന്നിട്ടോ ഉടമ വരുമ്പോഴേക്കും ഞാൻ പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് ആ 10 നാണയങ്ങൾ തിരിച്ചു വെക്കാം. മനസ്സ് ചിന്തിക്കുക. പെട്ടെന്ന് അദ്ദേഹം പറ്റൂല, എനിക്ക് അനുവാദം വേണ്ടേ, ആരാൻ്റെ സ്വത്ത് കൈയിട്ടെടുക്കുക. പ്രിയപ്പെട്ട, ഞാനിങ്ങനെ കഥ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ഉസ്താദിന് നല്ല മൂടാണല്ലോ ഇന്ന്, ഇന്നലെയൊക്കെ നമ്മളെ കുറ്റമെല്ലാം പറഞ്ഞിട്ട് ഇന്ന് ഫുൾ കഥയല്ല പറയുന്നത്. അങ്ങനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കഥ പറയുന്നൊന്നുമല്ല. ഈ കഥ ഒരു ലക്ഷ്യത്തോടു കൂടി പറയുന്നതാണ്. കഥയിലെ ഓരോ കണ്ണികകളിലും ഓരോരോ വാക്കുകൾ നമുക്ക് ശേഖരിച്ചു വെക്കാനുണ്ട്, ഓരോരോ തത്വങ്ങളും വലിയ വലിയ വിഷയങ്ങളും ശേഖരിച്ചു വെക്കാനുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ കച്ചവടങ്ങളിൽ നമ്മൾ ചിന്തിക്കാറുള്ള ഒരു ബലഹീനമായ ദുർബലമായ ഒരു ചിന്തയാണ്, ഇപ്പോൾ തൽക്കാലം നമ്മുടെ വിഷമത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും പേരിൽ അതൊന്നങ്ങ് എടുക്കാം, എന്നിട്ട് നാളെ പിറ്റേന്ന് നമുക്കങ്ങ് തൗബ ചെയ്യാം, നമുക്കങ്ങ് തിരിച്ചു വെക്കാം, തിരിച്ചടയ്ക്കാം, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുക. ഇദ്ദേഹം വിചാരിച്ചു 10 തൽക്കാലത്തേക്ക് എടുക്കുക, പിന്നെ ഞാൻ പണിയെടുത്തിട്ട് അത് തിരിച്ചു വെക്കാം. പെട്ടെന്ന് അത് ഇല്ല, അതൊന്നും പറ്റൂല. ഭാര്യ വീണ്ടും ഭാര്യയുടെ ഭാഗത്തുനിന്നുള്ള വാഴ തുടങ്ങി. ഭാര്യ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം ആണായി മാറി. ഞാൻ ഇന്നലെ പറഞ്ഞതിലേക്ക് തിരിച്ചു, ആണായി മാറി, നട്ടലുള്ള പുരുഷനായി മാറി. ദീനിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തൻ്റെ കുടുംബത്തെയും കൂട്ടി സ്വർഗത്തിൽ പോകണമെന്ന താല്പര്യമുള്ളത് കൊണ്ട് അദ്ദേഹം ശക്തമായ ഭാഷയിൽ ഭാര്യയോട് പറഞ്ഞു, കുൽസൂം, ഇനി നീ അധികം സംസാരിക്കരുത്. എങ്ങാനും ഇതിൽ നിന്നും ഒരു ചില്ലിക്കാശ് നീ എടുക്കുകയോ ഇതിവിടെ എൻ്റെ കൈവശമുണ്ടെന്ന് ആരോടെങ്കിലും നീ പറയുകയോ ചെയ്താൽ ഞാൻ നിന്നെ തലാഖ് പറയും, ഞാൻ നീയുമായിട്ട് ബന്ധമൊന്നും ഉണ്ടാവില്ല,
നിന്നെ ഞാൻ തലാഖ് പറയും. ഇത് എൻ്റെ ആഹ്റമാണ്, ഇതെൻ്റെ പടച്ചവനുമായിട്ടുള്ള ബന്ധമാണ്, ഞാനിതിൽ കൈവെക്കൽ. പട്ടിണി നമുക്ക് സഹിക്കാം, പ്രാരാബ്ദം നമുക്ക് സഹിക്കാം, പക്ഷേ ഈമാനും അമാനത്തും നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറില്ല. നീ വേണ്ടി പോയാൽ ഇനി നിന്നെ ഞാൻ തലാഖ് പറയും. ഭാര്യ അടക്കണം. അങ്ങനെ ഭാര്യ ഇടക്കിടയ്ക്ക് ഭാര്യനെ അടക്കണം, എപ്പോഴും അല്ല, ഇടക്കിടയ്ക്ക് അടക്കണം. നമ്മൾ നന്മയിലാണെങ്കിൽ, നമ്മൾ നീതിയിലാണെങ്കിൽ, ഹത്തിലാണെങ്കിൽ അടക്കി നിർത്തണം പ്രിയപ്പെട്ടവർ. അദ്ദേഹം ഈ സ്വർണ്ണ നാണയങ്ങളൊക്കെ വീട്ടിൽ ഒളിപ്പിച്ച് വെച്ചതിനോടുകൂടി ആ കുടിലിൽ അന്നത്തെ രാത്രി മുഴുപട്ടിണി, അന്നും അത്താഴമില്ല. പിറ്റേന്നത്തെ രാവിലെ അദ്ദേഹം പണിയായുധങ്ങളും എടുത്തുകൊണ്ട് ഇന്നലെ പോയ വഴിയിലൂടെ നടന്നു. പണി കിട്ടുമോ, പണി കിട്ടുമോ, പണി കിട്ടുമോ, പണി കിട്ടുമോ. അന്ന് പണി കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നതിനിടയിൽ മനസ്സിൻ്റെ ഉള്ളിൽ മറ്റൊരു അന്വേഷണം ഉണ്ടായിരുന്നു. ഈ നഷ്ടപ്പെട്ടു പോയ കിഴിക്കെട്ടിൻ്റെ ഒറിജിനൽ ഓണർ ആരാണ് എന്ന് അന്വേഷിക്കണം. ആ ഒരു അന്വേഷണത്തിലാണ് അദ്ദേഹം ഉള്ളത്. കാരണം എന്താ, ഇസ്ലാമിക നിയമപ്രകാരം നമുക്കങ്ങനെ വഴിയിൽ കടന്നൊരു സാധനം കിട്ടിയാൽ അത് നമുക്ക് തൊടാൻ അനുവാദമില്ല. നമ്മൾ കൊണ്ടുവന്ന് കാമ്പസാർ ജുമാഅത്ത് പള്ളിയുടെ നടുക്കളത്തിൽ എവിടെയെങ്കിലും വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റഡിയിൽ വെക്കുക. എന്നിട്ട് ഇവിടെ എല്ലാവരും കൂടുന്ന സമയത്ത് ഒച്ചത്തിൽ വിളിച്ച് പറയണം, സഹോദരങ്ങളെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ തെളിവടക്കം നിങ്ങൾ എന്നെ സമീപിച്ചാൽ ഞാൻ നിങ്ങൾക്ക് തരും എന്ന് പറയണം. എത്ര പ്രാവശ്യം പറയണം? ഇസ്ലാമിക നിയമപ്രകാരം എത്ര പ്രാവശ്യം പറയണം? ഉസ്താദന്മാരോട് ചോദിച്ചു നോക്കിയാൽ മതി. ഫിഖ് പഠിക്കുന്നത് വെറുതെ നിസ്കരിക്കാനും സലാം വീട്ടാനും മാത്രമല്ല. ഒരു വർഷക്കാലം കാമ്പസാർ പോലെയുള്ള പൊതുവായ രംഗത്ത് നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലാൻ ചെയ്യണം, വിളിച്ചു പറയണം. ഒരു വർഷക്കാലം കാത്തിക്കണം. ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ ആരെങ്കിലും വന്നാൽ നമ്മൾ കൊടുക്കണം. ഒരു വർഷം വരെയും വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോൾ തൽക്കാലം പറയൂല. കാരണം എന്ത് ചെയ്യണം, ഒരു വർഷം കാത്തുനിന്നാലും ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒന്നും ആരും ചിന്തിക്കും, അത് പിന്നെ പറയാം. അപ്പോൾ അദ്ദേഹം വിചാരിക്കുകയാണ്, പടച്ചോനെ ഇതിൻ്റെ ഒറിജിനൽ മുതലാളി ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ അങ്ങ് കൊടുത്ത് തലേന്ന് ഒഴിവാക്കായിരുന്നു. അന്നത്തെ അന്വേഷണത്തിൽ അദ്ദേഹം ഇങ്ങനെ പോയി ഹറമിൻ്റെ പരിസരത്തെത്തിയപ്പോൾ ഒരാൾക്കൂട്ടം കണ്ടു. ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് അദ്ദേഹം തലയിട്ട് നോക്കി. ഒരു ഉയർന്ന സ്ഥലത്ത് യമൻ നിവാസിയായ ഒരു ചെറുപ്പക്കാരൻ എണീച്ചു നിന്നുകൊണ്ട് ഒച്ചത്തിൽ എന്തോ വിളിച്ചു പറയുന്നുണ്ട്. അരികിലേക്ക് ചെന്ന് ശ്രദ്ധിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയാണ്, സഹോദരങ്ങളെ, മക്കക്കാരെ, സത്യസന്ധന്മാരെ, എൻ്റെ ഒരു പണക്കിഴി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ ഈ പരിശുദ്ധ റമദാനിൽ പടച്ചവനിൽ വിശ്വസിക്കുന്ന നിങ്ങൾ എന്നെ അത് തിരിച്ചേൽപ്പിക്കണം. അഥവാ നിങ്ങൾ എന്നെ തിരിച്ചേൽപ്പിച്ചാൽ നിങ്ങൾക്ക് ഒന്നിന് പകരം 700 പ്രതിഫലം അള്ളാഹു തരുന്നതാണ്. പറയുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിച്ചോണം, അള്ളാഹു തരുന്നതാണ്. അപ്പോൾ ഈ ഉപ്പാപ്പ ഓടി വന്ന് കാര്യം പിടുത്തം കിട്ടിയല്ലോ, പണക്കിഴി എൻ്റെ കയ്യിലുണ്ട്. അരികിൽ ചെറുപ്പക്കാരാ, നീ അറിയോ, ഞങ്ങൾ മക്കാർ ഒരുപാട് സാധുക്കളുണ്ട്, വളരെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, പാവങ്ങൾ. അങ്ങനെ മുഴുപട്ടിണിയിൽ കഴിഞ്ഞുകൂടുന്ന പാവങ്ങൾ ഒരുപാടുള്ള മക്കയിൽ നിന്റെ നഷ്ടപ്പെട്ടു പോയ പണക്കിഴി ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ചു തരാൻ വേണ്ടി എൻ്റെ അഭിപ്രായത്തിൽ നീ ഈ വർത്തമാനം പറയുമ്പം ഒരു സമ്മാനം പ്രഖ്യാപിക്കണം. എന്നാലല്ലേ തിരിച്ചു തരാനുണ്ട്. കാരണം എന്താ, ഈ പാവത്തിന് തൻ്റെ ദാരിദ്ര്യം എങ്ങനെയെങ്കിലും ഒന്ന് ഹലാലായ മാർഗത്തിൽ പരിഹരിക്കണ്ടേ. മക്കൾക്ക് ഇന്നെങ്കിലും പോകുമ്പോൾ നോമ്പുറക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകണ്ടേ. അതിന് അദ്ദേഹം ഹലാലായ നിലയിൽ ആ മനുഷ്യനോട് പറഞ്ഞ, ഇവിടുത്തെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിലായിരിക്കും അത് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക, അയാൾ നിനക്ക് മടക്കി തരാൻ, അയാളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ഇവിടുന്ന് ഇങ്ങനെ പരസ്യമായൊരു പ്രഖ്യാപനം നടത്ത്, എൻ്റെ പണക്കിഴി ആരെങ്കിലും തിരിച്ചു തന്നാൽ 700 കൂലി സ്വർഗത്തിൽ തരുമെന്ന് പറഞ്ഞില്ലേ. സ്വർഗ്ഗം അടക്കട്ട്, തൽക്കാലം ഇപ്പോൾ ഇവിടുത്തെ പട്ടിണി മാറണ്ടേ. സ്വർഗവും നരകമൊക്കെ പിന്നല്ലേ. ഔദും ബിസ്മിയും കുടുക്കേ പതയ്ക്കുമെന്ന്, ഔദും ബിസ്മിയും കുടുക്കേ പതയ്ക്കുക. ആദ്യം ഇങ്ങുള്ളത് പിന്നല്ലേ അവിടുത്തത്. അതുകൊണ്ട് നീ ഒരു പ്രഖ്യാപനം നടത്തണം. അപ്പം ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, അല്ല എന്നാൽ പിന്നെ നിങ്ങൾ തന്നെ പറയും, ഞാൻ എന്ത് പ്രഖ്യാപനമാണ് നടത്തേണ്ടത് എന്ന് ചോദിച്ചു. എന്ത് പ്രഖ്യാപനമാണ്? അപ്പോൾ ഈ ഉപ്പാപ്പ പറഞ്ഞു, എൻ്റെ ആ പണക്കിഴി നിങ്ങൾ തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ അവർക്ക് 100 സ്വർണ്ണ നാണയം കൊടുക്കും എന്ന് പറയാൻ പറ്റും. എന്നാൽ പിന്നെ കൊണ്ടുതരും, 100 സ്വർണ്ണ നാണയം കൊടുക്കും. ഈ ചെറുപ്പക്കാരൻ നല്ല ഈമാനുള്ളവനാണ്. ചെറുപ്പക്കാരൻ പറഞ്ഞു, 100 സ്വർണ്ണ നാണയമൊന്നും കൊടുക്കാൻ ഞാൻ തയ്യാറില്ല. ഞാൻ എൻ്റെ നഷ്ടപ്പെട്ടു പോയ സാധനം തിരിച്ചു കിട്ടിയാൽ പടച്ചവൻ പ്രതിഫലം തരുമെന്ന് മാത്രമേ പ്രഖ്യാപിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇദ്ദേഹം ദേഷ്യം പിടിച്ചിട്ട് നടന്നങ്ങ് പോയി. അടുത്ത ദിവസം വീണ്ടും അവിടെ വന്നപ്പോൾ ഇതുപോലെ ഈ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഒച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. അന്ന് ഈ ഉപ്പാപ്പ അരികിൽ വന്നിട്ട് കയ്യോ കാലോ ഒക്കെ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, പാവപ്പെട്ടവനും കൂടെ ഒന്ന് പരിഗണിക്കണ്ടേ, നിനക്ക് 100 കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു 10 കൊടുക്കാമെന്ന് പറയും. 10 പോയിട്ട് ഒന്നും കൊടുക്കാൻ ഞാൻ തയ്യാറില്ല.
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അഥവാ എൻ്റെ പണക്കിഴി കയ്യിൽ കിട്ടിയ ഏതെങ്കിലും ഒരു മുസ്ലിം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോളൂ, ഞാൻ അവൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ മഹ്ശറയിൽ വാദം നടത്തുന്നതാണ്, ഞാൻ അവിടെ നിന്ന് പിടിച്ചോളാം. ഇത് കേട്ടപ്പോൾ ഉപ്പാക്കപ്പിൻ്റെയും പേടിയായി. അദ്ദേഹം നടന്നുപോയി. മൂന്നാമത്തെ ദിവസം വന്നപ്പോഴും ഈ ചെറുപ്പക്കാരൻ അവിടെ തന്നെ ശബ്ദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അരികിൽ ചെന്നിട്ട് പറഞ്ഞു, സഹോദര, 100 കൊടുക്കാൻ നീ തയ്യാറില്ല, 10 കൊടുക്കാനും തയ്യാറില്ല, പോട്ടെ ഒരു നാണയം കൊടുക്കാമെന്ന് പറയും. ഒരു നാണയം. എന്താ കാര്യം? ഒരു നാണയം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ കുടുംബത്തിന് അല്ലേ ഹലാലായ നിലയിൽ നോമ്പ് തുറക്കാമല്ലോ, ഹലാലായ നിലയിൽ അത്താഴം കഴിക്കാമല്ലോ. ആ ചെറുപ്പക്കാർ, ഇല്ല, ഒരു നാണയം ഞാൻ കൊടുക്കൂല, ഞാൻ അവനെ കുറിച്ചിട്ട് നാളെ മഹ്ശറിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്ക് പറയും, അവിടുന്ന് ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. ഈ സംഭാഷണം 2-3 ദിവസമായിട്ട് ശ്രദ്ധിച്ച ആളുകളുടെ കൂട്ടത്തിൽ സെയ്ദ് ബിൻ ഖാലിദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. സെയ്ദ് ബിൻ ഖാലിദ്, അത് അത്യാവശ്യം കുറച്ച് സാമ്പത്തിക. സെയ്ദ് ബിൻ ഖാലിദിന് ഈ ഉപ്പാപ്പായുടെ സംഭാഷണവും പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോൾ എന്തോ സംഗതി മനസ്സിലായി. മെല്ലെ അവർ പിരിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ഉപ്പാപ്പാനെ കൂടെ കൂട്ടിയിട്ട് ചോദിച്ചല്ല, നിങ്ങളിങ്ങനെ പണിയായുധങ്ങളൊക്കെ എടുത്ത് നടക്കുന്നത്, ജോലി അന്വേഷിച്ച് നടക്കുന്നതാ? അതെ. ജോലിയൊന്നും കിട്ടിയില്ലേ? ഇല്ല, കുറേ ദിവസമായി ജോലി. എന്നാൽ പിന്നെ എൻ്റെ പീടികയിൽ ഒരു ചെറിയ പണിയുണ്ട്, ബാ എടുക്കുമോ? ആ എടുക്കും. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോയി. എന്നിട്ട് പീടികയുടെ മുമ്പിൽ ചില്ലറ സാധനങ്ങൾ ഉണ്ടായിരുന്നു, അത് പറക്കി അകത്ത് വെക്കാൻ കൽപ്പിച്ചു. ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, അങ്ങനെ ഒരു പണി ആവശ്യമൊന്നുമില്ല, അത് ഖാലിദിന് തന്നെ വേണമെങ്കിൽ എടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഉപ്പാപ്പയുടെ അവസ്ഥ അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ട് അയാൾക്ക് പണി കൊടുക്കാൻ വേണ്ടി, പണി കൊടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അർത്ഥത്തിലുള്ള പണിയല്ല, ഇന്നിപ്പോൾ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പണിയല്ല, അങ്ങനത്തെ പണി, അങ്ങനല്ലേ, അവനൊരു പണി കൊടുക്കണമെന്ന് പറയുന്നില്ലേ, ആ പണിയാണെന്ന് വിചാരിക്കണ്ട. അതാ ഇപ്പം നമ്മളെല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ പലർക്കും കൊച്ചു പണി കൊടുക്കുമ്പോൾ പടച്ചവൻ അവൻ നമുക്ക് വലിയ പണി തരുന്നതാണ്. അതുകൊണ്ടാണ് നമുക്കിഷ്ടമുള്ള രാഷ്ട്രങ്ങളിലൊക്കെ ഇടക്കിടക്ക് മേലെ നിന്ന് പടാന്ന് വീഴുന്നത്. ഉസ്താദ് എന്താ യുദ്ധത്തെക്കുറിച്ച് പറയാത്തതെന്ന് എല്ലാവരും ചോദിക്കും. എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത് യുദ്ധമല്ലല്ലോ, ഇത് വല്ലാത്ത കള്ളക്കളികളല്ലേ പ്രിയപ്പെട്ടവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കള്ളക്കളികളെ കുറിച്ചിട്ട് മസ്ജിദിൻ്റെ ഉള്ളിലിരുന്ന് പറഞ്ഞ് നമ്മുടെ സമയം കൂടെ നമ്മൾ മെനക്കെടുത്തണ്ടല്ലോ. എന്നോട് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പ്രസംഗമെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സഹോദരൻ വന്നിട്ട് ചോദിച്ചു, ഉസ്താദിൻ്റെ യുദ്ധത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ. ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, പക്ഷെ അത് അവസാനം നിങ്ങൾക്ക് മനസ്സിലാകാത്ത അറബി ഭാഷയിലാണ് പറഞ്ഞത് നിങ്ങളോടുമല്ല, എൻ്റെ പടച്ചവനോടാ, അത്രയും മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ശ്രദ്ധിച്ചോ നിങ്ങൾ? അത്രയേ ഉള്ളൂ, അത്രേ വേണ്ടൂ. അതുപോട്ടെ. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഞാനത് പറഞ്ഞത്? പണി കൊടുക്കാൻ നമ്മൾ വിചാരിക്കണ്ട. അങ്ങനെ പണി കൊടുത്താൽ പടച്ചോൻ നമുക്ക് വലിയ പണി വേറെ തരും. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ സെയ്ദ് ബിൻ ഖാലിദ് എന്ന നല്ല മനസ്സിൻ്റെ ഉടമ ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി പീടികയിൽ ചെറിയ പണിയൊക്കെ ചെയ്യിപ്പിച്ചു. ചില്ലറ പണി വേഗം തീർന്നപ്പം ഒരു ദിവസങ്ങൾ എത്ര കൂലി വാങ്ങൽ? ഇത്രേ കൂലി വാങ്ങൽ? ഇത്രേ കൂലി വാങ്ങൽ. എന്നാ അത് അതിന് ഒരു ദിവസം ഞാൻ പണിഞ്ഞില്ലല്ലോ, ആകെ 2 മണിക്കൂറിൻ്റെ പണി തീർന്നു. അത് സാരമില്ല, റമദാനല്ലേ. റമദാനിൽ കീഴിൽ പണിയെടുക്കുന്നവർക്ക് ഇളവാക്കി കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. 4 മണിക്കൂർ പണിയെടുക്കുന്നവന് 3 മണിക്കൂറാക്കുക, 8 മണിക്കൂർ പണിയെടുക്കുന്നവന് 6 മണിക്കൂറാക്കി കൊടുക്കുക. എന്നിട്ടോ കൂലി അല്പം കൂടുതൽ കൊടുക്കുക. അത് മുസ്ലിമായ മുതലാളിയുടെ മര്യാദയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ട് ഉപ്പാപ്പ, നിങ്ങൾ ചെറിയ പണിക്ക് എന്നിൽ നിന്നും ഒരു ദിവസത്തെ കൂലി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട നമ്മുടെ ജീവിതത്തിലെ, കച്ചവടക്കാരുടെ ജീവിതത്തിലെ പ്രത്യേകമായ ശ്രദ്ധകളാണ്. ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ തൊഴിലാളികളോട് എങ്ങനെ പെരുമാറുന്നു, നമ്മൾ പണിയെടുപ്പിക്കുന്നവരോട് എങ്ങനെ പെരുമാറുന്നു. അതുപോലെ നേരെ തിരിച്ചും ഇന്ന് നേരെ തിരിച്ചാ പറഞ്ഞാന്ന് പറഞ്ഞില്ലേ, പഴയ കാലത്ത് പ്രസംഗിച്ചു കൊണ്ടിരുന്ന ചില കാര്യങ്ങളും മറിച്ച് പറയേണ്ട ഒരു കാലഘട്ടമാണ്. ഇന്ന് പാവപ്പെട്ട മുതലാളിമാർ മുതലിനെ ആളുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ തൊഴിലാളിമാരാൽ ഭരിക്കപ്പെടുകയാണ് അല്ലേ. തൊഴിലാളിമാർ കണ്ണുരുട്ടുന്നിടത്ത് പാവങ്ങൾ ഇങ്ങനെ കൈയും കാലും പറച്ച് നിൽക്കുകയാണ്. ഒരു ടാക്സി ഡ്രൈവർ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിങ്ങനെ കാത്തു കിടക്കും. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ നമ്മൾ വിളിക്കുന്നിടത്തൊക്കെ വരും. ഇപ്പം അവനെ വിളിക്കുന്നത് വരെ അവൻ വളരെ താഴ്മയായിരിക്കും. വിളിച്ചു കഴിയുമ്പോൾ പിന്നെ അവൻ നമ്മുടെ ഉപ്പാപ്പ അല്ലെങ്കിൽ നമ്മുടെ മുതലാളി, നമുക്ക് ചിലവിന് വരുന്ന ആളെ പോലെ ഉണ്ടാവുകയാണ്. അതങ്ങനെയാണ്. അത് ഈ കാലഘട്ടത്തിലെ മറ്റൊരു പ്രത്യേകതയാണ്. പ്രിയപ്പെട്ടവരെ, തൊഴിലാളിയോട് നല്ല നിലയിൽ പെരുമാറണം. തൊഴിലാളിയോട് നല്ല നിലയിൽ പെരുമാറിയാൽ തൊഴിലാളി മുതലാളിയോട് നല്ല നിലയിൽ പെരുമാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയ സമയത്തെ പണിയാണ് ചെയ്യിപ്പിച്ചതെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാനുള്ള വേതനം മുഴുവൻ കൊടുത്തു. അത്ഭുതത്തോടു കൂടി അദ്ദേഹം അത് സ്വീകരിച്ചു. സന്തോഷത്തോടു കൂടി ഹലാലായ നിലയിൽ കിട്ടിയതാ. അദ്ദേഹം ഈ പണവും ഉപയോഗിച്ചുകൊണ്ട് ഓടി വീട്ടിലേക്ക് പോയി. കാരണം നോമ്പ് തുറക്കുമ്പോൾ കുറേ ദിവസത്തെ മുഴുപ്പട്ടിണി ഇന്നെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ട 2 പെൺകുട്ടികൾക്കും ഭാര്യയ്ക്കും എന്തെങ്കിലും തിന്നാൻ വാങ്ങിക്കൊടുക്കാമല്ലോ, ആ സന്തോഷത്തോടെ. ഇത് ഹലാലാണല്ലോ. അദ്ദേഹം ആ നിലയിൽ ഓടി വീട്ടിൽ പോയി. അപ്പോൾ ഈ പറഞ്ഞ സെയ്ദ് ബിൻ ഖാലിദ്
അദ്ദേഹത്തെ പിന്നിൽ നിന്നും അറിയാതെ പിന്തുടർന്നു. കാരണം ഇത് സാധാരണ കേസല്ല, എന്തോ കാര്യപ്പെട്ട കേസാണെന്ന് മനസ്സിലായത്. പിന്നിൽ നിന്നും പിന്തുടർന്നു. രഹസ്യം അറിയണം. എനിക്ക് ഉറപ്പാണ് ഈ പറയുന്ന പണക്കിഴി ഇയാളുടെ കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ എല്ലാ ദിവസവും വന്നിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സയ്യിദ് ബിൻ ഖാലിദ് പിന്നാലെ വന്നു. അറിയാതെ ഒളിച്ചൊളിച്ചൊളിച്ച് ആ ഉപ്പാപ്പ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ പുറത്തിങ്ങനെ കാത്തു നിന്നു. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, സംഭവങ്ങളൊക്കെ വീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒളിച്ച് കാത്തു നിൽക്കുന്നത് അയാളുടെ പണക്കിഴി അടിച്ചുകൊണ്ട് പോകാനല്ല, അല്ലെങ്കിൽ അയാളെ ഏതെങ്കിലും കേസിൽ ഒറ്റ കൊടുത്തിട്ട് കൊടുക്കാനല്ല. അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും അയൽവാസിക്ക് ഒരു ഗുണം കിട്ടിയാൽ തലയാട്ടി വെക്കും അവിടെ. എന്താ, എങ്ങനെയാ ഇവനെ കൊടുക്കാൻ കഴിയാന്ന, എങ്ങനെയാ അവനെ കൊടുക്കാൻ കഴിയുക? പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാ കൊടുക്കാൻ കഴിയുക? അത് പോലീസിനെ വിളിച്ച് പറയണോ, ഇൻകം ടാക്സിനെ വിളിച്ച് പറയണോ, അല്ല സെയിൽ ടാക്സിനെ വിളിച്ച് പറയണോ, അല്ല GST വിളിച്ച് പറയണോ? എവിടെയാണ് വിളിക്കേണ്ടത്? അടുത്തൊരു കച്ചവടക്കാരനെ നമുക്ക് കണ്ടിട്ട് കണ്ണുകടി, അടുത്തൊരു വീട്ടുകാരനെ കാണുമ്പോൾ നമുക്ക് കണ്ണുകടി. അവനൊന്ന് ഉഷാറായി കഴിയുമ്പോൾ നമ്മൾ എങ്ങനെങ്കിലും അവനെ ഇങ്ങനെ അന്ന് ഉരച്ചുരച്ച് ബടക്കാക്കാൻ ശ്രമിക്കുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക് ഇതൊന്നും പറ്റിയതല്ല. ഇതിൽ നിന്നെല്ലാം 100% മുക്തമായി ഒരു നല്ല റമദാൻ ആചരിച്ചിട്ട് പ്രിയപ്പെട്ടവരെ പുതിയ മനുഷ്യന്മാരായി നമ്മൾ വരണം. ആ കച്ചവടക്കാരന് എന്തെങ്കിലും ലാഭം അധികം കൊടുക്കുന്നെങ്കിൽ അത് അള്ളാഹു കൊടുക്കുന്നതാണ്. ഞാൻ എന്തിനാണ് അസൂയപ്പെടുന്നത്? എൻ്റെ കടയിൽ ലാഭം അള്ളാഹു തആല കുറച്ചേ തരുന്നുള്ളെങ്കിൽ അത് അള്ളാഹു തരുന്നതാണ്, അതിൽ ഞാൻ തൃപ്തനാണ്. എൻ്റെ പടച്ചോൻ തരുന്നതിൽ ഞാൻ തൃപ്തനാ. ഓന് കിട്ടിയതിൻ്റെ പേരിൽ എനിക്ക് അസൂയയില്ല, കണ്ണുകടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുതന്ത്രങ്ങളൊന്നും ആവിഷ്കരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ആ നല്ല മനുഷ്യൻ ഈ വീട്ടിൻ്റെ പുറത്തിരുന്ന് ഒളിച്ചിരുന്ന് കേൾക്കുമ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഭക്ഷണവുമായി വന്നതല്ലേ, വാപ്പയും മക്കളും ഭാര്യയെല്ലാം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ അന്ന് സന്തോഷം, നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, നല്ല സന്തോഷമായി, ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായി. ഈ സന്തോഷത്തിൻ്റെ അവസരം ചൂഷണം ചെയ്തുകൊണ്ട് ഭാര്യ മെല്ലെ ഭർത്താവിൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒന്നും കൂടെ പറഞ്ഞോട്ടെ, 40 വർഷം നിങ്ങളൊപ്പം ഞാൻ ജീവിക്കുന്നു. ഇതുവരെ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ നിങ്ങളോടൊരു മോശം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളും സത്യസന്ധനാണ്, നിങ്ങളിൽ നിന്നും ഒരു മോശവും സംഭവിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി നിങ്ങളോടൊരു അപേക്ഷ, ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ആ പണക്കിഴി വീട്ടിൽ ഇങ്ങനെ കുഴിച്ചിട്ടിട്ട് അതിന് കാവലിക്കുന്നതിന് പകരം അതിൽ നിന്ന് ചില്ലറ എടുക്കാം. അങ്ങനെയല്ല, അവിടെ ചില്ലറ എടുക്കാം, കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് തിരിച്ചു വെക്കാം. ഇപ്പം കണ്ടില്ലേ, ഇപ്പം 2-3 മണിക്കൂർ പണിയെടുത്തപ്പോൾ ഒരു ദിവസത്തെ ഫുൾ കൂലി കിട്ടിയില്ലേ? അതുപോലെ നാളെ പിറ്റേ നമുക്ക് പൈസ എടുത്ത് തിരിച്ചു വെക്കാം. ഇത് പുറത്തൊരു സാധനം കേട്ടുകൊണ്ടിരിക്കുക, അത് കേൾക്കാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നത്. പുറത്തൊരാൾ കേൾക്കുക. അദ്ദേഹം പെട്ടെന്ന് കണ്ണുരുട്ടിയിട്ട് പറഞ്ഞു, കുൽസൂം, ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത് അള്ളാഹു നമുക്ക് അനുവദിച്ച സാധനമല്ല, ആരാൻ്റെതാണ്. ഇതിൽ നിന്നും ഒരു ചില്ലി കാശും എടുത്ത് ജീവിതം സുഖിക്കാമെന്ന് നീ പ്രതീക്ഷിക്കരുത്. അങ്ങനെ പ്രതീക്ഷയുണ്ടെങ്കിൽ ഞാൻ നിന്നെ പുറത്താക്കും, നിന്നെ തലാക്ക് പറയും. ഇല്ല, ഞാൻ എൻ്റെ റബ്ബിനെ ഭയന്നുകൊണ്ട് ഇതിൽ നിന്നും അല്പം പോലും തൊടൂല. ഇത് കേട്ടപ്പോൾ പുറത്തെ ഖാലിദ് പൊട്ടിക്കരഞ്ഞുപോയി. പടച്ചോനെ, ഇത്രയും കടുപ്പപ്പെട്ട ദാരിദ്ര്യം ആരും അറിഞ്ഞിട്ടില്ല, അള്ളാഹു മാത്രമേ അറിയുന്നുള്ളൂ. ഇങ്ങനെ ഒരു പണക്കിഴി തൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ആ മനുഷ്യനും കുടുംബവും ഉറച്ചു നിൽക്കുന്നുണ്ടല്ലോ. ഇവരെത്ര വലിയകളാണ്, ഇവരാണ് ഔലിയാക്കൾ. അത്രയും നേരം ഒളിച്ചു നിന്ന് കാര്യങ്ങൾ വീക്ഷിച്ചിരുന്ന ഖാലിദ് വാതിലിൽ മുട്ടി. വീട്ടുകാരൻ തുറന്നു, കെട്ടിപ്പിടിച്ചു, പൊട്ടിക്കരഞ്ഞു. സഹോദര, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒരു അനുജനെ പോലെയാണ്, എന്നോട് പറയും, ഞാൻ സഹായിക്കാം. ഞാൻ സഹായിക്കാം. വീട്ടുകാരൻ പറഞ്ഞു, സഹോദര, നീ എന്നെ വല്ലാതെ സഹായിച്ചു കഴിഞ്ഞു. നിന്റെ സഹായത്തിന് ഞങ്ങൾ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ദിവസം നീ സഹായിച്ചത് വലിയ സഹായമാണ്. ഇനി നിന്റെ സഹായം ആവശ്യമില്ല. ഞാൻ പണിയെടുത്ത് ജീവിച്ചോളാം, എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റിക്കോളാം. പ്രിയപ്പെട്ടവരെ, ഈ ഖാലിദ് പറഞ്ഞു, നാളെ ഒരിക്കൽ കൂടി നിങ്ങൾ ആ യമനിയായ യുവാവിനെ കാണണം. എന്നിട്ട് ഒന്നുകൂടി നിങ്ങൾ പറയണം, നീ ഇങ്ങനെ വാശി പിടിക്കല്ല മോനാ, എന്തെങ്കിലും അല്ല, അങ്ങനല്ലേ നമ്മുടെ ഭാഷയിൽ, വാശി പിടിക്കല്ല, എന്തെങ്കിലും ഒരു ഇളവൊക്കെ ആക്കിയിട്ട് എന്തെങ്കിലും ചില്ലറ കൊടുത്തിട്ട് നീ അങ്ങനെ നിൻ്റെ കിഴി വാങ്ങാൻ വേണ്ടി ഉപദേശിക്കണം എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അടുത്ത ദിവസം വീണ്ടും യമനിയായ യുവാവിനെ അവർ വന്ന് കണ്ടു, സംസാരിച്ചു. പക്ഷേ യമനിയായ യുവാവ് ഒറ്റ വർത്തം, ഒരു ചില്ലിക്കാശ് ഞാൻ ആർക്കും കൊടുക്കൂല, എൻ്റെ പൈസ എനിക്ക് കിട്ടണം. അങ്ങനെ നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോൾ ഈ ഉപ്പാപ്പ പറഞ്ഞു, എന്നാ ഇങ്ങി വാ, ചെവിയിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങി വാ, ചെവിയിലൊരു കാര്യം, നീ എൻ്റെ കൂടെ വാ.
ആ യുവാവിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു. പോകുന്ന വഴിയിൽ നേരത്തെ പറഞ്ഞ സെയ്ദ് ബിൻ ഖാലിദിനെ കൂട്ടി, ബാ നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ ഒരു സാക്ഷിയായിട്ട് വരണം, ബാ. അവർ 3 പേരും ഒന്നിച്ച് ഈ കൊച്ചു കൂരയുടെ ഉള്ളിൽ കയറി വാതിലടച്ചു. ഈ യമനിയായ ചെറുപ്പക്കാരനെ അരികിലിരുത്തി ഇദ്ദേഹം അകത്തുപോയി കുഴിച്ചിട്ടിരുന്ന ആ കിഴുക്കെട്ടെടുത്തുകൊണ്ട് വന്ന് മുമ്പിൽ വെച്ചു. ഇങ്ങനെ തുറന്നിട്ടു, ദാ കിടക്കുന്നു എൻ്റെ പൈസ, ദാ കിടക്കുന്നു. ആ യമനിയായ യുവാവിങ്ങ, അൽഹംദുലില്ലാ, ഇത് നിൻ്റെതാണോ? അതെ. എത്രയായിരുന്നു നിനക്ക് അതിനകത്തുള്ളത്? 1000. ഞാൻ എണ്ണി നോക്കൂ, 1000 ഉണ്ടോ? 1000 ഉണ്ട്. 1000 ദീനാറ്, 1000 സ്വർണ്ണ നാണയം. ആ സമയത്ത് ഖാലിദിനെ സാക്ഷിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ എൻ്റെ പടച്ചവൻ എന്നെ പരീക്ഷിച്ചു, ഞാൻ അതിൽ ഉറച്ചു നിന്നു, നിങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ഈ കിഴുക്കെട്ട് അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനെ കിട്ടിയപ്പോൾ ഞാനിതാ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്ത് ഖാലിദ് പറഞ്ഞു, സഹോദരാ, ചെറുപ്പക്കാരാ, പോയത് സാധനം കിട്ടിയതല്ലേ അല്ലേ, 1000 പോയത് ഇങ്ങനെ കിട്ടിയതല്ലേ, ഈ പാവം കുടുംബത്തിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒന്ന് കൊടുത്തൂടെ? കൊടുക്കുന്ന പ്രശ്നേ ഇല്ല, കൊടുക്കുന്ന പ്രശ്നേ ഇല്ല. എത്ര വേദന ഉണ്ടായി കാണും, എത്ര വേദനയായി കാണും. ആ കിഴിക്കെട്ട് എടുത്തുകൊണ്ട് അതിൻ്റെ ഉടമ പുറത്തേക്കിറങ്ങി നടന്നു. ഇവർ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊന്ന് കരഞ്ഞു, പിരിഞ്ഞു. പിരിയാൻ പോകുമ്പോൾ പെട്ടെന്ന് ആ ചെറുപ്പക്കാരൻ മടങ്ങി ഓടി വരിക. ഓടി വന്ന് സലാം പറഞ്ഞു, വാതിൽ തുറന്ന് കയറിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെക്കുറിച്ച് ഞാൻ ഭയങ്കര കടുപ്പപ്പെട്ട മനസ്സിൻ്റെ ഉടമയാണെന്നൊക്കെ വിചാരിച്ചിരുന്നു അല്ലേ? ഞാൻ ഭയങ്കര കടുപ്പപ്പെട്ട മനസ്സിൻ്റെ ഉടമയാണ്, അർത്ഥ കൈക്ക് ഉപ്പ് വെക്കാത്തവനാണ്, അങ്ങനെയല്ലേ? അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയാ. ഭയങ്കര പിശുക്കനാണ്, ഒരു ഉറുപ്പ്യ കൊടുക്കാത്തവനാണ്, ബഹൂലാണ്, കഞ്ചൂസാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചു അല്ലേ? അങ്ങനെ വിചാരിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ഒരു സത്യം നിങ്ങളോട് പറയാൻ വന്നതാണ്. ആദ്യത്തേത്, ഇതാ ഈ കിഴിക്കെട്ട് മുഴുവനും നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ പിടിച്ചോളൂ. ഹലാലായ നിലയിൽ അള്ളാഹു നിങ്ങൾക്കായി സമ്മാനിച്ചതാണ്. എന്താ സംഗതി എന്നറിയോ? സംഗതി, എൻ്റെ ബാപ്പ സമ്പന്നനായിരുന്നു, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മരണപ്പെടുമ്പോൾ എൻ്റെ വാപ്പക്ക് 5000 ദീനാറ് സമ്പാദ്യമുണ്ടായിരുന്നു. 5000 നാണയങ്ങൾ, ദീനാർ അദ്ദേഹത്തിൻ്റെ കണക്കിൽ ബാക്കിയുണ്ടായിരുന്നു. ഈ 5000 ദീനാറ് ബാക്കിയാക്കിയിട്ട് മരിക്കാൻ പോകുന്ന വാപ്പ മകനായ എന്നെ അരികിൽ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, മോനെ, ഇതിൽ 4000 ദീനാറും മകനായ അനന്തരാവകാശിയായ നിനക്ക് ഉപയോഗിക്കാം. നിനക്കുള്ളത്, വാപ്പ ഉണ്ടാക്കിയ സ്വത്തല്ലേ, ഹലാലായ സ്വത്തല്ലേ, വേറെ ആർക്കും അവകാശമൊന്നുമില്ല. നിന്റെ ഇഷ്ടപ്രകാരം നിനക്കിത് ഉപയോഗിക്കാം. നീ ഒരു മോനാണ് എനിക്കുള്ളത്, 4000 നിൻ്റെതാണ്. നീ എൻ്റെ മരണശേഷം എനിക്ക് ആവശ്യമായ സംഗതികളൊക്കെ ചെയ്തിട്ട് സ്വത്തുക്കളൊക്കെ നീ ഓഹരി വെച്ച് ഇഷ്ടമുള്ളതുപോലെയൊക്കെ എടുത്തിട്ട് നീ നന്നായി ഒരു ഹജ്ജിന് വേണ്ടി പോകണം. നിൻ്റെ ജീവിതം പവിത്രമാക്കണം. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ അമലുകളൊക്കെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. വാപ്പ നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, 4000 ഇതൊക്കെ ചെയ്യണം, 1000 ദീനാറ് നീ മാറ്റി വെക്കണം. അത് മക്ക വരെയുള്ള ഈ യാത്രയിൽ, യമനിൽ നിന്നും മക്ക വരെയുള്ള യാത്രയിൽ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. ഏറ്റവും ആവശ്യക്കാരായ എന്നാൽ സത്യസന്ധതയും അമാനത്തുമുള്ള ഒരാളെ കണ്ടുപിടിച്ചിട്ട് അയാളുടെ കയ്യിൽ കൊടുക്കണം. അത് വാപ്പാടെ ഒരു ഉപദേശമായിരുന്നു, വാപ്പാൻ്റെ ഒരു വസിയത്തായിരുന്നു. ആ വസിയത്ത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹജ്ജിന് വരുമ്പോൾ ഈ കിഴിക്കെട്ടും കൊണ്ടാണ് ഇറങ്ങിയത്. പക്ഷേ യാത്രാമധ്യേ എന്തോ കാരണവശാൽ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. നിങ്ങൾ എന്നോട് 100 പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാശി പിടിച്ചത്, 10 പറഞ്ഞപ്പോഴും വാശി പിടിച്ചത്, 1 പറഞ്ഞപ്പോഴും വാശി പിടിച്ചത്, ഇങ്ങനെ ഒരു ചരിത്രം അതിൻ്റെ പിന്നിലുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളെ പരിശോധിക്കുകയായിരുന്നു. നിങ്ങളെക്കാളും ഈ യാത്രയിൽ സത്യസന്ധതയും അത്യാവശ്യക്കാരനുമായ ഒരാളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ അവകാശി താങ്കളാണ്, നിങ്ങളിതെടുത്തോളൂ എന്ന് പറഞ്ഞു. ഇതെടുത്തോളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ചരിത്രം കുറച്ച് ദീർഘമായി പോയി എന്നത് ശരിയാണ്. പക്ഷേ ഈ ചരിത്രത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ കുറേ പാഠങ്ങളുണ്ട്. നമ്മൾ താൽക്കാലികമായ ലാഭത്തിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ തരികിടകളിലൂടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ അനന്തരമായി വരാൻ പോകുന്നത് വലിയ പരീക്ഷണങ്ങളായിരിക്കും. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തുകൊണ്ടാണ് പുതിയ രോഗങ്ങൾ വർദ്ധിക്കുന്നത്? എന്തുകൊണ്ടാണ് അപകടങ്ങൾ വർദ്ധിക്കുന്നത്? എന്തുകൊണ്ടാണ് അപകട മരണങ്ങൾ വർദ്ധിക്കുന്നത്? അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനൊക്കെ നമ്മൾ ഭൗതികമായ ചില കാരണങ്ങൾ കണ്ടെത്തുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് അള്ളാഹുവിൻ്റെ അടിമകൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയ അമാനത്ത്, വിശ്വസ്തത, സത്യസന്ധത പോലെയുള്ള നന്മകൾ നഷ്ടപ്പെട്ടപ്പോഴാണ് പ്രിയപ്പെട്ടവരെ പരീക്ഷണങ്ങൾ വരാൻ തുടങ്ങിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി